രാവിലെ 6 മണിക്ക് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ പിണറായി വിജയനെ സ്വീകരിക്കാൻ പാർട്ടിയുടെ ജില്ലാ നേതാക്കളടക്കം നൂറുകണക്കിന് പ്രവർത്തകർ എത്തിയിരുന്നു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ റെയിൽവേ സ്റ്റേഷനിൽ പിണറായിയെ മാലയിട്ട് സ്വീകരിച്ചു. തുടർന്ന് ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടെ സ്വദേശമായ പിണറായിയിലേക്ക്. രാവിലെ 9 മണിക്ക് പിണറായിയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ഏറെ വൈകാരികമായിരുന്നു പിണറായി വിജയൻ സംസാരിച്ചത്. രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കാലഘട്ടത്തിൽ തന്നെ സഹായിച്ച നിരവധി ആളുകളെ പിണറായി പ്രസംഗത്തിൽ ഓർത്തെടുത്തു. വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്ത സാധാരണക്കാരാണ് സാമ്പത്തികമായി സഹായിച്ചത്. പിണറായിയിലെ ജനങ്ങൾക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ തനിക്ക് നേരെ ഉണ്ടാകുന്ന ആരോപണങ്ങളെ ഈ നാട്ടുകാർ മുഖവിലേക്കെടുക്കില്ല. എന്നാൽ കോടതി കുറ്റവിമുക്തനാക്കിയതിനു ശേഷവും തന്നെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നവരെ ശക്തമായ ഭാഷയിലാണ് പിണറായി വിജയൻ വിമർശിച്ചത്. ആ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ സ്ഥാനത്തിന്റെ പ്രത്യേകതക്കനുസരിച്ചുള്ള പ്രതികരണം നൽകണം. എന്താണ് വിധി എന്ന് മനസ്സിലാക്കണം. അതൊരു രഹസ്യരേഖയല്ല, ഇന്നത് പരസ്യമാണ്. ആ പരസ്യരേഖ ശരിയായ രീതിയിൽ വായിച്ച് പ്രതികരണം രേഖപ്പെടുത്താൻ തയ്യാറാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് പിണറായിക്ക് പാർട്ടി പ്രവർത്തകർ സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈകിട്ട് 5-ന് കണ്ണൂരിൽ പാർട്ടി ജില്ലാ കമ്മിറ്റിയും പിണറായിക്ക് സ്വീകരണം നൽകും. ലാവ്ലിൻ കേസിൽ അഗ്നിശുദ്ധി വരുത്തിയതോടെ സ്വന്തം ജില്ലയിലും പിണറായി വിജയൻ കൂടുതൽ കരുത്ത് നേടിയിരിക്കുകയാണ്. മീഡിയ 1 കണ്ണൂർ.